ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു സാർ. അതുപോലെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണെന്ന് തോന്നുന്നു എം ടി വാസുദേവൻ സാറ്. സാർ കാരണം അദ്ദേഹത്തിൻ്റെ വിഷയം എടുത്തിട്ട് സിനിമ ചെയ്യുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു സിനിമ എടുക്കുകയും ചെയ്തു. ഡോക്യുമെൻ്ററി എം ടി കഥയും കാലവും എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി എടുക്കുകയും ചെയ്തു. വ്യക്തിപരമായിട്ട് നിങ്ങൾ വളരെ അടുപ്പമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒന്ന് പറയാം. ഇല്ല, സൗഹൃദമല്ല, അതിനപ്പുറം എന്താ പറയുക, ഞാൻ ഈ ചിരുന്ന മുതൽ എനിക്കൊരു ആരാധന. ഞാൻ 10ാം ക്ലാസ്സിലോട്ട് പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആദ്യം വായിക്കുന്ന കൃതി കാലമാണ്. ഞാൻ ആദ്യം ഇത് അന്ന് എനിക്ക് കുറിച്ച് അങ്ങനെ അറിഞ്ഞൊന്നും കൂടില്ല. കാലം ഇങ്ങനെ വായിച്ചു കഴിയുമ്പം അന്ന് അത് കേരള ശബ്ദത്തിൽ സീലൈസ് ചെയ്യുന്നതാണ്. അപ്പം ആ കേരള ശബ്ദം ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വായിക്കുന്നത്. വായനയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയമാണ് കുറേ കിട്ടുന്ന ഇതൊക്കെ. അപ്പം വായിച്ചപ്പോഴാണ് ഇതെന്താ ഇങ്ങനൊരു മലയാളത്തിൽ ഇങ്ങനൊരു റൈറ്റർ. അപ്പം അന്ന് വരെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആരാധന വന്നിരിക്കുന്നത് പാറപ്പുറമാണ്. ശരി, പാറപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഈ മുട്ടത്തുറക്കിന്ന് തുടങ്ങി ഇങ്ങനെ കയറി പെട്ടെന്ന് പിന്നെ ഞാൻ ഈ ലൈബ്രറി പോയിട്ട് ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും, അസുരവിത്ത്, അങ്ങനെ എല്ലാ കൃതികളും എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ആരാധന ഉണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ കിടന്നു. ഞാൻ പിന്നെ പിൽക്കാലത്ത് ഞാൻ എനിക്ക് ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് നാളെ ഞാൻ കോഴിക്കോട് ജോലിയായിട്ടിരുന്നു. വളരെ ചെറിയവർ കോഴിക്കോട് ജോലിയായിട്ട് പോകുമ്പം ചെന്ന് അവിടെ ജോയിൻ ചെയ്തിട്ടൊക്കെ ആദ്യം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് ഇങ്ങനെ പരിചയപ്പെടുന്നത്. കൊച്ചു പയ്യനാണത്, ഒരു വയസ്സ്. അപ്പം പറയണം, അതൊന്നും പിൽക്കാലത്ത് ഞാൻ ഓർക്കണമെന്നില്ലല്ലോ അതെ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പച്ച പിടിച്ച് നിൽക്കുന്ന, ഞാൻ ജനലും അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അത് പിന്നീട് സിനിമയിൽ വന്നപ്പം പരിചയപ്പെടുകയും എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു അദ്ദേഹത്തിൻ്റെ തിരക്കഥ ആസ്മാവൊക്കെ ഒരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹം പറയുകയും ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അതിന് അങ്ങനൊരു അവസരം വന്നത്. അപ്പോൾ ഈ നിരന്തരം കാണുന്നതിനിടയിൽ വളരെ ഒരു മാനസികമായ ഒരടുപ്പം അദ്ദേഹത്തിന് എന്നോടൊരു വാത്സല്യം, എനിക്ക് തോന്നുന്നൊരു താല്പര്യത്തെക്കാരും കൂടെ അതിന് പറയേണ്ട ഒരു വാത്സല്യം വന്നു. ഈ ഹരി എന്നൊക്കെ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന എനിക്ക് വളരെ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു എൻ്റെ ഭാഗ്യം എന്നാണ് കരുതുന്നത്. അല്ല, അത് പ്രത്യേകിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്തത് തോന്നുന്നു. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് വേറൊരു രീതിയിലാണ്. അദ്ദേഹം ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അടുക്കാൻ അടുത്ത് കഴിയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര വളരെ അരകനാണ് ഉള്ള ഒരാളാണ് ശരിയായിരിക്കാം. അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്തോടെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അത് ഞാൻ ഇരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ വരുമ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു വീഡിയോക്കെ വിളിച്ച് ഇങ്ങനെ ഉണ്ടായി പറയാം എന്ന് പറഞ്ഞ് വളരെ അടുപ്പമുള്ളവരോട് വളരെ തുറന്ന് സംസാരിക്കും. ഡിസ്കസ് ചെയ്യുക. ഞാനിവിടെ കിട്ടിയപ്പോഴാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞത് എം ടിയുടെ ചിരിക്കുന്ന അപൂർവം ചിത്രങ്ങളിലൊന്ന് സാറിന്റെ അനുഭവം നേരെ തിരിച്ചാണല്ലോ. വളരെ അടുപ്പമുള്ളത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ഈ എല്ലാവരോടൊന്നും അങ്ങനെ ഒരു അടുപ്പമുള്ളവരോടൊക്കെ അദ്ദേഹം തുറന്ന് എനിക്ക് അടുപ്പമുള്ള പലരെ അറിയാമല്ലോ. എൻ്റെ പ്രസൻസിലൊക്കെ ഞാൻ വളരെ തുറന്ന് സംസാരിക്കും. വളരെ അടുത്ത് സൗഹൃദം സൂക്ഷിക്കുന്ന പലരും ഉണ്ട്. അദ്ദേഹം സൂക്ഷിക്കുന്ന പലരുമായിട്ടും വളരെ അടുത്ത് സൗഹൃദം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം സാഹിത്യകാരൻ മാത്രമല്ല എം ടി സാർ എന്ന് പറയുന്നത്, അദ്ദേഹം സ്വന്തം ഒരു ചലച്ചിത്രകാരൻ കൂടിയാണല്ലോ. അപ്പോൾ ഈ സിനിമ എടുക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് സാറിന് തരുമ്പോൾ അതിൽ മറ്റു രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനങ്ങളോ മറ്റോ ഉണ്ടാവാറുണ്ടോ സാർ? എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒന്നുമില്ല. ഈ എല്ലാവരും പറയാറുണ്ടല്ലോ എം ടി വാസുദേവൻ്റെ തിരക്കഥയാണെങ്കിൽ ഒരു സംവിധായകൻ വേണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ടെൻഷൻ അനുഭവിച്ച് ചെയ്ത ഒരു സിനിമയാണ് എം ടി ഈ സുഹൃതം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഓരോ കുത്തിനും കോമയ്ക്കും വരെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഒരു ഡയലോഗ് എഴുതുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്നും എഴുതിയില്ല. ഡയലോഗ് എഴുതിയിട്ട് ഒരു കോമയായിട്ടല്ല, കുത്തിൻ്റെ ടൈം വരെ ഒരു ഇന്ന സീൻ ഇത്ര മണിക്കാണ് നടക്കുന്നതെന്ന് വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദൃശ്യവ്യാഖ്യാനം നൽകുക എന്ന് പറയുന്ന ഒരു സംവിധാനം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഒരു ചലഞ്ചായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് സുഹൃതം ചെയ്യുമ്പം ആദ്യം വായിച്ചപ്പം എനിക്കൊരു തോന്നിയത് എങ്ങനെ വരുമെന്നുള്ളത്. പിന്നെ എങ്ങനെ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ അധികം പിന്നെ സെറ്റിലൊന്നും വന്ന് അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും അതങ്ങനെയൊന്നും ഉണ്ടാകാറൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു ഒരു തിരക്കഥ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർക്കേ അദ്ദേഹം കൊടുക്കാറുള്ളായിരിക്കും. അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തവരൊക്കെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് തിരക്കഥയ്ക്ക് വേണ്ടി ഇപ്പോഴും ചെല്ലാറുണ്ടല്ലോ. ഈ എല്ലാവരും പറയാറില്ലേ, ഞങ്ങളുടെ എല്ലാ സംവിധായകരും പറയാറുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എം ടി വാസുദേവൻ ഒരു തിരക്കഥ ചെയ്യുകയാണ്. എല്ലാ നടന്മാരും നടികളും പറയാറുണ്ട്.
പ്രമേയത്തിൻ്റെ കാര്യത്തിൽ സുഖം എടുക്കുമ്പോൾ സാറിന് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായി? കാരണം ഇങ്ങനെ ഒരു ആശയം, അതായത് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം വളരെ വളർന്നു നിൽക്കുന്ന ഒരു കാലം, ഇപ്പോൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് വളരെ വളർന്നു നിൽക്കുന്ന ഒരു കാലം, ക്യാൻസർ അതുപോലുള്ളതിനൊക്കെ വളരെയധികം ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്ന ഒരു കാലം, അവിടെ നിന്ന് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, വിധി എന്ന് പറയാൻ പറ്റില്ല, ഇവിടത്തേക്ക് പോകുന്നു, യാദൃശ്ചികമായിട്ട് വരുന്ന മറ്റൊരു സംവിധാനം, ഒരു മറ്റൊരു രീതിയിൽ ചികിത്സിക്കുന്ന ഒരാൾ വന്നെത്തുന്നു. അപ്പോൾ അതിനെ ജനങ്ങൾ ഏത് രീതിയിൽ കാണും, ഏത് കാഴ്ചപ്പാടിൽ കൂടെ കാണും? ഇപ്പോൾ ഹോളിസ്റ്റിക് മെഡിസിൻ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം തോന്നിയോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഈ സുഹൃതം എന്ന് പറഞ്ഞ ചെയ്ത സിനിമയ്ക്ക് മുമ്പ് ഞങ്ങൾ കുറേ അധികം കഥകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതി തുടങ്ങി വരെ ചെയ്തിട്ടുണ്ട്. കുറേ കഴിയുമ്പം പുള്ളി എന്നെ പറയാം അത് ശരിയാകുന്നില്ല, അല്ലെ അത് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ നാളത്തേക്ക് വേറെ ഒന്നും കുറേ കഴിയുമ്പം പിന്നെ കാണുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം വിളിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആരെയൊന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് കോഴിക്കോട് വരിക എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുകയാണ്. എന്നപ്പോൾ പറഞ്ഞാൽ ഒരു ചെറിയ സാധനം കൊണ്ട് ഒന്ന് കേട്ടു നോക്കെന്ന് പറഞ്ഞാൽ ഒരു 4-5 വരിയിൽ വരെയാണ് പറഞ്ഞു. കേട്ടുടൻ തന്നെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമാക്കിയത് ഈ മരിക്കുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അതിന് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഒരു തിരിച്ചടി, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മറ്റേ ഡീറ്റെയിൽഡ് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല അപ്പോഴും പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞത് ഒരു ഭയങ്കരമായ ഒരു ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന് അങ്ങ് പറയുകയാണ്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ എഴുതിക്കൊണ്ട് വരുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മരിക്കുമെന്ന് പറഞ്ഞ ഒരാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഇതുണ്ടല്ലോ ട്രീറ്റ്മെൻറ്റിൻ്റെ. അപ്പോൾ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ കണ്ട ഈ സുഹൃതം എന്ന് പറയുന്നത് ഈ 10 മിനിറ്റിൻ്റെ ഇടയിൽ ആണ് ഈ ഇത് അത് ആളുകൾ വിശ്വസിക്കണ്ടേ? കാരണം എല്ലാ ഡോക്ടർമാരും പറഞ്ഞ 6 മാസത്തിനകം 3 മാസം ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞവൻ തിരിച്ച് ജീവിതത്തിൽ എനിക്ക് ഭേദമായി എന്ന് പറയുന്നത് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. ഫിസിക്കൽ അതെ അതേ എഴുതി വെച്ച സീൻ. പക്ഷെ അതൊരു ശരിക്കും ഒരു ചലഞ്ചായിട്ട് എടുക്കണം. ഒരാൾ ഇന്ന് വരെ ഒരാൾ പോലും അത് നമുക്കങ്ങനെ തിരിച്ചു വരുന്നതിൻ്റെ ഫീൽ തിരിച്ചു വരുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഫീൽ ചെയ്തില്ലല്ലോ എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം അതൊരു അതൊക്കെ നമ്മളൊരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഫിലിം മേക്കർ എന്ന നിലയിൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ നമ്മുടെ സൃഷ്ടികളും ഒരു ചലഞ്ചായിട്ട് എടുക്കുക എന്നുള്ളതാണ്. മരണം എന്ന സംഭവം മുന്നിലെത്തുമ്പോഴേ നമ്മൾ ശരിക്കും സത്യത്തെ തിരിച്ചറിയുന്നുള്ളൂ. എനിക്കിപ്പോൾ അത് ബോധ്യായി. ചെറിയമ്മ പറയുന്നത് പോലെ നാമം ജപിച്ച് കിടന്നോളൂ. എനിക്ക് ഈ മാറാരോഗം വന്നില്ല എന്ന് വയ്ക്കുക. എന്നാലും നമ്മുടെ വിവാഹം ഒരു ഫെയിലിയർ ആയിരുന്നു എന്നതല്ലേ സത്യം? എന്തായി പറയണേ? ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ആലോചിച്ച് നോക്കില്ല, അതാണ് സത്യം. അതുകൊണ്ട് സ്വയം ഒരു കണക്കെടുപ്പ് നടത്താൻ നമ്മൾ രണ്ടാളും ധൈര്യപ്പെട്ടില്ല, അല്ലേ? പ്ലീസ് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഞാൻ പറയട്ടെ, അന്നത്തെ ആവേശത്തിൽ വിവാഹം ഒരു അഡ്വഞ്ചറായി തോന്നി. നമ്മുടെ വഴികൾ വേറെ, ടേസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഒക്കെ വേറെയാണെന്ന് നമുക്ക് തന്നെ ബോധ്യമായപ്പോൾ വൈകിപ്പോയിരുന്നു. അതുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചു നമ്മൾ രണ്ടാളും. എല്ലാം ഭദ്രമെന്ന ഒരു നുണയെല്ലാം ആളിച്ചുകൊണ്ട് നമ്മൾ 6 കൊല്ലം തള്ളി നീക്കി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ റിഗ്രറ്റ്സ്. എനിക്ക് കേൾക്കണ്ട. താങ്ക് യു. പക്ഷേ നീ കൂടുതൽ എന്തൊക്കെയോ ഡിസർവ് ചെയ്യുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. ഒന്നും നിന്റെ കുറ്റമല്ല, എന്റെ തെറ്റ്. ഒന്നുമില്ല, എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ആളുകൾ പറയുന്ന പരലോകമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ലോകം വിടും മുമ്പ് എനിക്കൊരു അഷ്വറൻസ് വേണം. നീ കഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ്. ഞാൻ പറയുന്നത് എല്ലാ സീരിയസ്നെസ്സോടും കൂടി കേൾക്കണം. നാട്ടു നടപ്പനുസരിച്ച് കൊല്ലം തെയ്യാൻ കാത്തു നിൽക്കൊന്നും വേണ്ട. ആളുകൾ എന്ത് പറയുന്നുവെന്ന് നാടൻ ശങ്കയും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീയും രാജേന്ദ്രനും ഒരുമിച്ച് കഴിയണം, എന്റെ ആഗ്രഹമാണ്. അല്ല, ഇപ്പോൾ ആ ഒരു 10 മിനിറ്റ് എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ ഓർക്കുന്നത്. കാരണം നമ്മൾ കണ്ട ആൾക്കാരുടെ മനസ്സിനകത്ത് ഒരു 10 മിനിറ്റ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. അതിന്റെ ഫിസിക്കൽ ടൈം അത്രയാണെങ്കിലും 10-8 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് ഒരു പാട്ടും ഒരു 4-5 സീനും മാത്രമേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ അതെടുത്ത് ചോദിക്കാൻ കാരണം. കാരണം ആ ചികിത്സയുടെയും അതിന്റെയും ഹോളിസ്റ്റിക്. അപ്പോൾ എനിക്കപ്പോൾ ഈ ഹോളിസ്റ്റിക്കിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അമേരിക്കയിലൊക്കെ പോയിട്ട് ഹോളിസ്റ്റിക് ഇതറിയാം. അപ്പോൾ ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട്. അത് മുഴുവൻ അദ്ദേഹം
നന്നായിട്ട് സ്റ്റഡി ചെയ്തു. അത് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഡോക്ടർ കുറുപ്പിൻ്റെ കളിക്കാവുള്ള കുറുപ്പ് ഏകദേശം ഒരു ഹോളിസ്റ്റിക് ലെവല് ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുക. അതേ അവിടുത്തെ ഒരു നിത്യസന്ദർശനം കൂടെ പലതവണ പോയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ കുറുപ്പിനോട് ചോദിച്ച എൻ്റെ ഒരു ചികിത്സാ രീതികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അതിലതാണ് പറയുന്നത്, അമേരിക്കയിൽ ഇത് ആദ്യം വന്നപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ല. അവിടെ ഒരു അങ്ങനെ ഒരു ശരിക്കും അവിടെ നടക്കുന്ന ഇതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു മാസം മുമ്പ് എനിക്കൊരു കത്ത് കിട്ടി. ഒരു ഈ പറയുന്ന ഈ സുഹൃതം ഈ അടുത്ത കാലത്തായിട്ട് ടി വിയിൽ കണ്ടത്. ഇതെവിടെയാണ്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഇത് ഭേദമാക്കാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു ഇങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടിയത്. അതിലും രസകരമായൊരു സംഭവം പറഞ്ഞാൽ ഈ പടം റിലീസ് ചെയ്ത സംഭവത്തെ, രസകരമല്ല ഒരു അനുഭവത്തിൽ നിന്ന് പറയും, രസകരം എന്ന് പറയാൻ പറ്റില്ല, അനുഭവത്തിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം പറയുക. ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഒരു പേഷ്യൻ്റ് പടം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കത്ത് വരികയാണ്. എങ്ങനെയോ അഡ്രസ്സൊക്കെ തേടി പിടിച്ച് അയാൾ അവിടുത്തെ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, ബ്ലഡ് ക്യാൻസർ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ മരണം ഇനി ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. എൻ്റെ ജീവിതമൊക്കെ ഞാൻ ഇങ്ങനെ മറന്നിരിക്കുന്നത്. അപ്പോഴാണ് ഈ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു സുഹൃതം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസുണ്ട്. ഞാനവിടെ പോയി തൃശ്ശൂർ പോയി രാമദാസ് പോയി സുഹൃതം കണ്ടപ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നൊരു വിശ്വാസം വരുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നുന്നു. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിലക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാക്കാൻ കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു, പിന്നെ എത്ര നാളെന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രത്യാശ ഉണ്ടാക്കും പലരും. ഇപ്പോഴൊക്കെ പലരും ഇങ്ങനെ രോഗം ഭേദമാകുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് ആകുന്നുണ്ട്. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ചൈതന്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പ്രവഹിക്കുന്നത്. അത് വിശ്വസിക്കാനാവില്ലേ? യെസ്. ഒരു സെല്ല് ഭ്രാന്തെടുത്ത് പെരുകി പെരുകി എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് ക്യാൻസർ. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടൊരു സെല്ലിന് ഭ്രാന്തെടുക്കുന്നു? ഇന്നും റിസർച്ച് നടക്കുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ. ആർക്കും അറിയില്ല. ഞങ്ങൾ DNA-യുടെ കുഴപ്പമെന്ന് പറയും. എങ്ങനെ കുഴപ്പം വരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിനറിയാം. താളക്കേടുണ്ടാക്കുന്ന ശക്തിക്ക് തിരുത്താനുള്ള സിദ്ധിയും ഉണ്ടാവും. അത് ഉണർത്താനാണ് ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് സമീപനം. മാറുന്നുവെങ്കിൽ ഉത്തരവാദി ശരീരം തന്നെ. പിടികിട്ടാത്തതിനെയൊക്കെ നമ്മൾ ദിവ്യാത്ഭുതമെന്നോ മിറാക്കിളെന്നോ പറയും. മുറി ഉണങ്ങുന്നതും എല്ലുകൂടുന്നതും മിറാക്കിളല്ലേ? ഞങ്ങളുടെ സിസ്റ്റം കൊണ്ട് അമേരിക്കയിൽ 20% പേർ രക്ഷപ്പെടുന്നു. അതൊരു ഫാക്റ്റാണ്. 5-1 0 ചാൻസ് ആയിട്ടാണ് താൻ എന്റെ കാറിൽ കയറിയത്. ശരീരത്തിനോട് ഇപ്പോൾ കൽപ്പിക്കൂ, 0 അല്ല 5-1. എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ. ക്വാണ്ടം മെഡിസിനിൽ കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല. ചികിത്സിക്കുന്നത് രോഗി തന്നെയാണ്. അവനവനെ വിശ്വസിക്കാൻ തുടങ്ങൂ ആദ്യം. വീണ്ടും നമ്മൾ നേരത്തെ അത്ര വിശദാംശം ഇതിലേക്ക് പോയില്ല സാർ. നേരത്തെ ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിന് MTയുടെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും, പക്ഷേ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ സാർ കുറേ കൂടെ ആഴത്തിൽ അന്വേഷിച്ച് കാണുമല്ലോ. MT കഥയും കാലവും എന്ന് പറയുമ്പോൾ കുറേ കൂടെ സ്റ്റഡി ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാറിന് അങ്ങനെ ഒരു എന്താ പറയുക, റിവീൽ ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു വ്യക്തിത്വം ഞാൻ ആദ്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ മുഴുവൻ വീണ്ടും വായിക്കണം. ഞാൻ അവിടെ എൻ്റെ ഇല്ലാത്ത ബുക്കുകളാണ് വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എടുത്തിട്ട് വന്നിട്ട് കംപ്ലീറ്റ് അത് എഴുതിയിട്ടുള്ള എല്ലാ വർക്കുകളും ലേഖനങ്ങളും അതൊക്കെ വായിക്കുന്നത്. പിന്നെ എനിക്ക് വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പിന്നെ ഒരു പറയാൻ 10-15 വർഷത്തെ വളരെ അടുത്ത ബന്ധമുള്ളതിൽ നിന്ന് എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അതിനു മുമ്പ് തന്നെ കൂടല്ലൂർ പോയിട്ടുണ്ട്, നാട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തത് ഇപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഡോക്യുമെൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും പേഴ്സണൽ വ്യക്തിത്വവും ലിറ്ററേച്ചറുമായിട്ട് ക്ലബ് ചെയ്യുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ. പിന്നെ മാത്രമല്ല അദ്ദേഹം വളരെ ഈ പറയുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തതാണ് ഡോക്യുമെൻ്റ്. വളരെ ഇൻഫർമേറ്റീവ് ആയിരിക്കണമെന്നുണ്ടല്ലോ. അത് എക്കാലത്തും ഒരു ഡോക്യുമെൻ്റായി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തുടക്കം മുതലുള്ള ഈ സാഹിത്യത്തിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ, സാഹിത്യത്തിലേക്ക് വരുന്നത് മുതൽ ഉള്ള ഇതുവരെയുള്ള ഒരു
ഒരു കാലഘട്ടവും അതിൻ്റെ ഒരു വളർച്ചയും ഒക്കെ അതിൽ ഇങ്ങനെ ഉണ്ട്. അതിൽ അണ്ടർടോൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വവും വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും ഒക്കെ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. എനിക്ക് കുറേ അംഗീകാരങ്ങളൊക്കെ കിട്ടിയ ഡോക്യുമെൻ്റാണ് കേട്ടോ. അത് ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്കൊക്കെ തിരഞ്ഞെടുക്കുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സംഗീതവുമായിട്ട് സാറിന് വളരെ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് സാറിൻ്റെ സിനിമകളൊക്കെ ഉള്ളത്. സംഗീതമായിട്ട് സാറിൻ്റെ ഇപ്പോൾ സംഗീതം വളരെ വളരെ വിദഗ്ധമായിട്ട് ഇപ്പോൾ സുഹൃത്തിന് തന്നെ മ്യൂസിക്കിന് 2 രീതിയിലും അവാർഡ് കിട്ടി. ഇപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിനും അവാർഡ് കിട്ടി. അതുപോലെ തന്നെ പാട്ടുകൾ, സാറിൻ്റെ എല്ലാ സിനിമകളിലെയും പാട്ടുകൾ വളരെ സ്ട്രൈക്കിംഗ് ആണ്. ഈ മ്യൂസിക്കുമായിട്ട് ഉള്ള സാറിൻ്റെ ബന്ധം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു വിഷമേ തോന്നിയിട്ടുള്ളൂ, എനിക്ക് പാടാൻ കഴിയില്ലല്ലോ എന്നാണ് പണ്ട് പഠിക്കുന്ന കാലത്തേ തോന്നിയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ഒന്നിനും ഞാൻ മോശമല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കഥ എഴുതും, കവിത എഴുതും. പണ്ട് കാലത്ത് പഠിക്കുന്ന കാലത്ത് നമുക്ക് എല്ലാത്തിനോട് ഇതിനോട് ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യുമല്ലോ. അതൊന്നും പാടാൻ മാത്രം സ്റ്റേജിൽ കയറിയിട്ടില്ലെന്ന്. പക്ഷെ പിൽക്കാലത്ത് എനിക്ക് ഒരുപാട് പാടുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകുകയും കുറേ കഴിഞ്ഞ് ഞാൻ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഗീതത്തെക്കുറിച്ച് കുറേ മനസ്സിലാക്കാൻ കിട്ടും. അതിൻ്റെ ഒരു ഇതൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എനിക്ക് പാടാനറിയില്ലെങ്കിൽ എൻ്റെ അതുകൊണ്ടുള്ള വിഷമം തോന്നുന്നു. അപ്പം അത് ഇതുമായിട്ട് ചർച്ച ചെയ്യുമ്പം മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വളരെ അടുപ്പമുള്ളവരോടാണെങ്കിൽ പറഞ്ഞു ആവർത്തി ചെയ്യും. ഇപ്പോൾ ജോൺസനൊക്കെ എൻ്റെ ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തിട്ടില്ലേ, ഏറ്റവും നല്ല പാട്ട് ഒരു തലം മാത്രം. എനിക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ്. അങ്ങനെയൊക്കെ ഉള്ളു. അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ചെയ്യുമ്പം ബോംബെ രവിയാണ്. അതേ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ചാന്ദിനിക്ക് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം അതിലൊരു പാട്ടുണ്ടല്ലോ, കടലിനഗാധമാം നീലിമയിൽ. അത് ഇത്ര ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അപ്പം MT സാറുണ്ട്, ONV സാറുണ്ട്, ഞങ്ങൾ 3 പേരും പണ്ട് ഞാൻ കേൾക്കും. അപ്പോൾ വീണ്ടും ചെയ്ത് ഒരു 14 ആയപ്പം MT സാർ, അപ്പോൾ അവർക്കും അറിയാം. MT സാർ പറഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെ ഇതാന്ന് വെച്ചാൽ ഹരി ചെയ്യുന്നു പുള്ളി പറഞ്ഞു. അപ്പം മറ്റേ ബോംബെ രവിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ, അപ്പം എൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ പറയുമ്പം പുള്ളി പറയും ഡയറക്റ്റ് അത് തുത്തിയാൽ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് വി കൻ ടേക്ക് അനദർ എന്ന് പറയും. ഇങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ 21ാമത്തെ ഇതാണ് ട്യൂണാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത് ഇതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമാണ്. ഇപ്പം ആ പാട്ടിലുണ്ടാകുന്നു. നമുക്കൊരു തൃപ്തി വരുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെതാണെന്ന് വീണ്ടും പറയുക, ആ സിറ്റുവേഷൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. പക്ഷേ അത് ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ, വളരെ പ്രശസ്തനായ ഒരു വ്യക്തി, അതിനുവേണ്ടി നിന്നു. അദ്ദേഹത്തിനും അതിനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരിക്കാം. തീർച്ചയായും. അപ്പോൾ സാറിൻ്റെ വേറെ വളരെ പരാമർശിക്കപ്പെടേണ്ട ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ പുലർവട്ടാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് അതിന് വ്യക്തമായ ഒരു ധാരണ തന്നെ നമ്മുടെ സംവിധായകന്മാർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കുട്ടികളുടെ സിനിമ കുട്ടികൾ കാണാനാണോ, മുതിർന്നവർ കാണാൻ വേണ്ടിയുള്ളതാണോ, അത് ചിലവ് കുറച്ചൊരു പടം എടുക്കാമെന്ന് പറയുമ്പോൾ ഒരു ഇതെടുക്കുക, അല്ലെങ്കിൽ അവാർഡ് കിട്ടും, സാധ്യത കൂടുതലുള്ളതാണ്, ഗ്രാൻഡ് കിട്ടും, ഇങ്ങനെ പല സംഭവങ്ങൾ ഉദ്ദേശിച്ചാണ് പടം എടുക്കാറില്ല. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു സമീപനം കാണുന്നുണ്ട് ഇപ്പോൾ പുലർവട്ടത്ത്. സാറിൻ്റെ ഒരു കുട്ടികളുടെ സിനിമ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു സങ്കല്പം എന്താണ്? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വന്ന് കുറേ സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കുട്ടികളുടെ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഈ കാശ് സാമ്പത്തികമായിട്ടും ഇതൊക്കെ മുടക്കാനൊക്കെ ആളുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 93 സംസ്ഥാന അവാർഡ് കമ്മിറ്റിയിലൊരു മെമ്പറായിരുന്നു. അപ്പം അപ്പോഴും കുട്ടികളുടെ സിനിമയില്ല ആ വർഷവും. അപ്പം അവസാനം പ്രേമാക്കാരെന്തായിരുന്നെന്ന് ചെയർമാൻ ദക്ഷിണാമൂർത്തി സ്വാമി, അങ്ങനെയുള്ള SL പുരസ്വാമി, അങ്ങനെയുള്ളൊരു മുതിർന്ന ആൾക്ക്, അതിലൊരു പ്രായം കുറഞ്ഞൊരു ആൾ, ഞാൻ ജൂനിയർ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ അവസാനം ഞങ്ങളെ ഈ ഒരു ജൂറിയുടെ ഒരു അഭിപ്രായം തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഈ പ്രശ്നം ഞാൻ എടുത്തിട്ട് ഈ കുട്ടികളുടെ സിനിമ. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ഇതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ കുട്ടികളുടെ സിനിമ ഉണ്ടാകുള്ളൂ. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ സിനിമ ഏറ്റവും കൂടുതൽ അവാർഡ് തുക അതിനാക്കി 1 ലക്ഷം രൂപ ആക്കുകയും എന്തൊക്കെയോ സബ്സിഡി അങ്ങനെ എന്തൊക്കെയോ ഗവൺമെൻറ് ചെയ്യുകയും ഗവൺമെൻറ് എന്തോ ഫണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും വരുന്നില്ല ഈ കുട്ടികളുടെ സിനിമ എന്ന് പറയുന്നത്. പിന്നീട് അത് വളരെ വ്യക്തമായൊരു കാര്യം, നമ്മളെ ഈ പ്രൊഫഷണൽ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന പലരും കുട്ടികളുടെ സിനിമ എടുക്കാൻ ശ്രമിച്ചു കണ്ടിട്ടില്ല. എനിക്കിതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് രാമു കാര്യാട്ട് സാർ ചെയ്തിട്ടുണ്ട്, അമ്മുവിൻ്റെ ആട്ടും കുട്ടിക്കൊണ്ട്. പിന്നെ ചെയ്തത് അരവിന്ദേട്ടൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്, കുമ്മാട്ടി. അങ്ങനെ ഒരു പോപ്പുലർ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന അവർ ഇത്രയും പേരെ എൻ്റെ അറിവിലുള്ളൂ.
പിന്നെ വരുന്നതൊക്കെ ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർ ഈ സിനിമ എടുത്ത് പഠിക്കാനും സിനിമ എടുത്ത് തുടങ്ങാനും ഒക്കെ വരും. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നില്ല, ഉണ്ടായിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ടെക്നിക്കലായിട്ടൊക്കെ വളരെ നിലവാരം വരുന്ന അവരുടെ ഒരു തുടക്കമല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ കുറേ സിനിമ എടുത്തുള്ള ഇത് പരിചയമൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മോഹൻ സാറ് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ അതിൻ്റെ ഒരു ചർച്ചയും അതൊക്കെ നടത്തിയത്. പെട്ടെന്ന് ഈ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഞാൻ വേറെ ഒരു തുടങ്ങാനൊന്ന് മാറുകയും ഇങ്ങനെ ഒരു ചുറ്റുപാടൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാനൊരു പ്രൊഡ്യൂസർ വരികയും ചെയ്തു. അങ്ങനെ ചെയ്തതാണ്. ശരി. അപ്പോൾ സാറിൻ്റെ പിന്നെ ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഇല്ല, ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം എനിക്ക് എൻ്റെ ഒരു 10-20 വർഷം കൊണ്ട് ആകപ്പാടെ 14 സിനിമ മറ്റോണം ആശയം കാണുമല്ലോ ഇപ്പോൾ. അതെ, സിനിമ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ സിനിമയുണ്ട്. ഈ ഒരു സമയവും പോലും ഇപ്പം ഈ എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കും ഇടവേളകൾ സിനിമ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ചിലവഴിക്കുന്നത്. എനിക്കങ്ങനെ ഇടവേളകൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഒന്നീ സിനിമ അല്ലെങ്കിൽ അതെ തയ്യാറെടുപ്പിനുള്ള സമയമാണ്. ഞാനൊരു പുതിയ സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ തുടങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആശയ തിരക്കഥയൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതൊരു സ്ത്രീകളുടെ പ്രശ്നമാണ്. ഒരു മലയാളത്തിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്ന, നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സമകാലീന പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു പേരെന്ന് പറയുന്നത് പാർവതിക്ക് പറയാനുള്ളത് എന്നാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് പാർവതി. അതിൻ്റെ അടി ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ടോ? ശരിക്കും ട്രൂ സ്റ്റോറി എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. ശരി. അപ്പോൾ അങ്ങനെ പാർവതി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പറയാനുള്ള ഒരു വേദി വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അതോ ഇപ്പോൾ കാലികമായിട്ട് ഇപ്പോൾ ഇതിനൊരു വലിയ പ്രാധാന്യം വരുന്നുണ്ട്, സ്ത്രീ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രാധാന്യമുണ്ട്. അപ്പം ഞാനൊരു അങ്ങനെ ഒരു സ്ത്രീ വിരോധിയോ അങ്ങനെ ഒന്നുമല്ലല്ലോ. അപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊരു സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രകാശനത്തിൽ സംസാരിക്കാൻ ഞാനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞാനൊഴികെ ബാക്കിയുള്ള എല്ലാവരും സ്ത്രീ എഴുത്തുകാരായിരുന്നു. ഇപ്പം ചന്ദ്രമതി, CS ചന്ദ്രിക, മല്ലി, അങ്ങനെ തുടങ്ങിയ ഒരു ലളിത എന്നൊക്കെ പറഞ്ഞവരാണ്. അപ്പം അപ്പോഴും ഞാൻ അവിടെ പറഞ്ഞത് ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന എഴുത്ത് അതിനോടൊന്നും എനിക്ക് അങ്ങനെ പെണ്ണെഴുത്തെന്നൊക്കെ പറയുന്നത് അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ പ്രശ്നങ്ങൾ അവതരിക്കാൻ പെണ്ണ് തന്നെ വേണമെന്നില്ല. എന്നിട്ട് അന്ന് ഞാൻ സൂചിപ്പിച്ചു, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് അവരോട് പറയുകയും ചെയ്തു. അപ്പം അതിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പം അത് പെണ്ണിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പെണ്ണ് തന്നെ വേണമെന്നില്ല. ഏതൊരു കലാകാരനാണെങ്കിൽ അവന് ആ പ്രവർത്തിക്കുമ്പോൾ അവന് ഇന്നതൊന്നും ഇങ്ങനെ വേർതിരിപ്പിക്കുകയും ഈ മൊത്തത്തിൽ ഞാനെതിരാണ് ഈ പെണ്ണെഴുത്ത്, ദൽസാഹിത്യം എന്നൊക്കെ പറയുന്നത്. അതിനോടൊന്നും എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഇതാണ്, എനിക്ക് യോജിപ്പില്ല. ഞാൻ അത്യാവശ്യം വായിക്കാനും ഈ സാഹിത്യത്തോടൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളും കൂടെ കൊണ്ടാണ് ആ വിഷയം പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ ഒരു സ്ത്രീകളുടെ പ്രശ്നം തന്നെയാണ് ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. അത് ശരി. അല്ല, മൊത്തത്തിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്ന, തരംതിരിക്കേണ്ട കാര്യമില്ല. വേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് TV വന്നതിന് ശേഷം സിനിമയ്ക്ക് ബാധിച്ചു എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇപ്പം അതിൻ്റെ സാങ്കേതികവും അല്ലെങ്കിൽ ലാവണ്യശാസ്ത്രപരമായിട്ടുള്ള എസ്തെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ എത്രത്തോളം ഉണ്ടെന്ന് സാറിന് തോന്നുന്നു, സിനിമയും ടെലിവിഷനും ഒക്കെ ആയിട്ട്? ഇല്ല, ഇപ്പം നമ്മൾ ഈ സിനിമയിലിപ്പം ഈ പറഞ്ഞു പഴയ ക്ലിഷയായ ഒരു വാക്കാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. സിനിമയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് പറയുന്നത്. അതിന് ഒരു പ്രധാന ഈ എല്ലാ ഞാനും ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്തത് പ്രധാനമായിട്ടും പറയുന്നത് ഈ TV-യുടെ സ്വാധീനമാണ്, ചാനലുകളുടെ സ്വാധീനം കൊണ്ടാണ്. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല സിനിമയ്ക്ക്, സിനിമയുടെ നിലയിൽ. അതെ, പിന്നെ ഈ ചാനലുകൾ എന്ന് പറയുന്നത് ഒരിക്കലും സിനിമയെ വിഴുങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പണ്ട് സിനിമ വന്നപ്പം നാടകം പോകുമെന്നൊക്കെ പറയും. നാടകം പോയിട്ടില്ല, നാടകം എപ്പോഴും ഉണ്ട്, നല്ലത് എപ്പോഴും നിലനിൽക്കും. പിന്നെ അതുകൊണ്ട് ഈ സിനിമ പിന്നെ ഇത് നേരത്തെ ഈ പറയുന്ന ഒരു താൽക്കാലികമായ ഒരു ഇതുണ്ടാവുമല്ലോ, അതിന് പറയുക എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു മന്ദത സിനിമയിൽ. അങ്ങനെ അത് ഈ ചിലപ്പോൾ ഈ ചാനലുകളുടെ ഒരു അതിപ്രസരം കൊണ്ടായിരിക്കാം. അത് താൽക്കാലികം മാത്രമാണ്. കാരണം ഒരു പുതിയതൊന്നും വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനോടൊരു കൗതുകം തോന്നില്ലേ. തീർച്ചയായിട്ടും. പിന്നെ ഈ TV വന്നപ്പം കുറേ ആൾ ഈ ദൂരദർശൻ്റെ മുമ്പ് ആളുകളിരുന്നു. പിന്നീട് ഈ ചാനലുകൾ വന്നിട്ട് അതിൽ അപ്പോഴാണ് ഈ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മെഗാ സീരിയൽ എന്നൊക്കെ പറയും. ദിവസവും ഒരു കഥ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അറിയാനുള്ളൊരു കുറച്ചാളായിരുന്നു. അത് മാറും, തീർച്ചയായിട്ടും മാറും. അതിപ്പം ഇവിടെ മാത്രമല്ലേ, പണ്ട് 70കളുടെ തുടക്കത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹോളിവുഡ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ്. അത് അവിടെ ഈ പറയുന്നത്
ടി വിയുടെ ഒരു ഇത് വന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു 80കളുടെ തുടക്കത്തിൽ ബോളിവുഡ് ഇതാ തീർന്നു, അവിടെ ഈ TV സിനിമയെ വിഴുങ്ങിക്കഴിഞ്ഞു. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഇപ്പോഴൊക്കെ പണ്ടത്തെ ഒന്നും എത്രയോ കൂടുതലായിട്ട് കഴിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഇത് ഒരു പരസ്പര പൂരകങ്ങളല്ലേ, ഈ സിനിമയിലെ എല്ലാം രണ്ടും വിഷ്വൽ മീഡിയാസ്. പരസ്പരം രണ്ടു കൂട്ടർക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പല ചാനലുകളിലും സിനിമ കൊണ്ടാണ് പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ചാനലുകൾക്കും പറ്റും. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു പുതിയ സിനിമ വരുമ്പോൾ അതിന് ഒരുപാട് പല രീതിയിലും ചാനലുകൾ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് അതൊന്നും ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാറിൻ്റെ ഈ ഒരു എന്താ പറയുക മലയാളത്തിൻ്റെ ഒരു സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സിനിമകളിലെല്ലാം തന്നെ ജീവിതത്തിൻ്റെ വളരെയധികം എന്താ പറയുക ഒരു വിശകലനം നടത്തുക, അതേസമയത്ത് തന്നെ വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു രീതി, ഇത് മലയാളത്തിൻ്റെ സുഹൃതമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അതുപോലെ ഇനി പാർവതിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്നതിന് വളരെ നന്ദിയുണ്ട് സാർ. നന്ദി, സന്തോഷം. ജീവിതത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നു. അർബുദ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ ഇന്നലെ